ഹലോ സ്റ്റുഡൻസ്, അറ്റോമിക് സ്ട്രക്ചറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലൈൻ സ്പെക്ട്രം ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തെ സംബന്ധിക്കുന്ന നീൽസ് ബോർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പ്രപ്പോസ് ചെയ്ത ബോർ തിയറി ഫോർ ഹൈഡ്രജൻ ആറ്റം. അപ്പം ഹൈഡ്രജൻ ആറ്റത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങൾക്ക് വളരെ ശരിയായി പല കാര്യങ്ങളിലും എനർജിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ റേഡിയസിന്റെ കാര്യത്തിലും ഒക്കെ കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നീൽസ് ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന് സാധിച്ചു. അപ്പം നീൽസ് ബോർ പ്രപ്പോസ് ചെയ്ത ഹൈഡ്രജന്റെ അറ്റോമിക് മോഡലാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക, കാര്യങ്ങളെ മനസ്സിലാക്കുക. അപ്പം ബോർ തിയറി ഫോർ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം അതാണ്. അപ്പോൾ ഈ തിയറി ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോൺ ഉള്ള സ്പീഷീസുകൾക്ക് ബാധകമാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസിനും നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം. ഇതിൽ ചില പ്രധാന പോയിന്റുകൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോർ മോഡൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ബോർ മോഡൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ മോഡൽ അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള ആറ്റങ്ങളുടെ ബോർ മോഡൽ നമ്മൾ പഠിക്കുമ്പോൾ ഹൈഡ്രജന്റെ സ്പെക്ട്രവും ഹൈഡ്രജനെ സംബന്ധിക്കുന്ന എനർജി വാല്യൂസും റേഡിയസും എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബോർ തിയറിക്ക് സാധിച്ചു എന്നതാണ് ബോർ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കുന്നു, വളരെ സിമ്പിളായിട്ട് കുറച്ച് പോയിന്റുകളുണ്ട്, അത് മനസ്സിലാക്കുക, അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം, അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നീൽസ് ബോർ പറയുന്നതനുസരിച്ച് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള സിസ്റ്റങ്ങൾ അവരിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ചില ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തുകളിലാണ് എന്നാണ് ബോർ തിയറിയുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർട്ടൻ സെലക്ടഡ് സർക്കുലർ പാത്സ് ഹാവിംഗ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. അതുപോലെ ഈ ഇലക്ട്രോണുകൾ കറങ്ങുന്ന പാത്തിന് കറക്റ്റ് ആയിട്ടൊരു റേഡിയസ് ഉണ്ടാകും, ന്യൂക്ലിയസിൽ നിന്നും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകും, അതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അതുപോലെ ആ പാത്തിന്, ആ ഒരു ഇലക്ട്രോൺ കറങ്ങുന്ന പാത്ത്, അതിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഉണ്ട്. അപ്പൊ എനർജിയും റേഡിയസും ഉണ്ട് എന്നാണ് നമ്മുടെ ബോർ തിയറിയിലെ ആദ്യത്തെ പോയിന്റ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം, ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർട്ടൻ സെലക്ടഡ് സർക്കുലർ പാത്ത്. സർക്കിൾ ഷേപ്പുള്ള സർക്കുലർ പാതകളിലാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതെന്നാണ് നീൽസ് ബോറിന്റെ ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഈ സർക്കുലർ പാത്തുകളെ അദ്ദേഹം ഓർബിറ്റുകൾ എന്ന് പേര് വിളിച്ചു, ഓർബിറ്റ്സ്, അല്ലെങ്കിൽ അവരെ ഷെല്ലുകൾ എന്ന് വിളിക്കാം. നമ്മൾ കേഷൽ, എൽഷൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണത്. അപ്പൊ ഷെല്ലുകൾ എന്ന് പറയാം, അവരെ നമ്മൾ ഓർബിറ്റുകൾ എന്ന് വിളിക്കുന്നു, ഓർബിറ്റുകൾ. അപ്പം അതുപോലെ തന്നെ ഓരോ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള എനർജി ഉണ്ട്, ഊർജ്ജമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് എനർജി ലെവലുകൾ എന്ന് പേര് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഓർബിറ്റുകളെ അഥവാ എനർജി ലെവലുകളെ അഥവാ ഷെല്ലുകളെ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പം ബോർ പല രീതിയിലുള്ള നാമകരണങ്ങളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ബോർ തിയറിയുടെ ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ്: ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് സർട്ടൺ സെലക്ടഡ് സർക്കുലർ പാത്തുകളിലാണ്, അതായത് ചില സർക്കുലർ പാത്തുകളിലാണ്. ആ സർക്കുലർ പാത്തുകളെ നമുക്ക് ഷെൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ അവരെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരെ എനർജി ലെവൽസ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ അവരെ മറ്റൊരു പേര് വിളിക്കും സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഈ ഓർബിറ്റലുകളെ അഥവാ ഷെല്ലുകളെ അല്ലെങ്കിൽ എനർജി ലെവലുകളെ അതല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റുകളെ നമ്മൾ സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ എന്നിന് സാധ്യമായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 ഇങ്ങനെയുള്ള ഇൻഡിജേഴ്സ് ആണ് അതിന് സാധ്യമാവുന്നത്. 1, 2, 3, സീറോയും നെഗറ്റീവും ഒന്നും പോസിബിൾ അല്ല. അപ്പം N1 എന്ന് പറഞ്ഞാൽ അത് കേഷലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, N=1 എന്ന് പറഞ്ഞാൽ അത് കേഷലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. N2 എന്ന് പറഞ്ഞാൽ അത് എൽ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം, ഈ എനർജി ലെവലുകളെ, ഈ സർക്കുലർ പാത്തുകളെ നമുക്ക് നമ്പർ കൊടുക്കാം, N=1, 2, 3 എക്സെട്ര. അതിൽ N1 എന്ന് പറഞ്ഞാൽ അത് കേഷലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, N2 എന്ന് പറഞ്ഞാൽ അത് എൽ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, N3 എന്ന് പറഞ്ഞാൽ അത് എം ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് അങ്ങനെയാണ് അതിന്റെ ഡെസിഗ്നേഷൻ പോകുന്നത്. ആ രീതിയിലാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ബോറിന്റെ ഫസ്റ്റ് തിയറി അല്ലെങ്കിൽ ബോറിന്റെ തിയറിയുടെ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്: ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്
ചില സർക്കുലർ ആയിട്ടുള്ള പാത്തുകളിലാണ്. അപ്പം ദേ ആർ ഹാവിങ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. അവർക്ക് കൃത്യമായിട്ടുള്ള റേഡിയസും ഉണ്ട്, എനർജിയും ഉണ്ട്. അതുകൊണ്ട് ആ കറക്റ്റ് ആയിട്ടൊരു എനർജി ഉണ്ടായിട്ട് അവരെ എനർജി ലെവൽസ് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ അവരെ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയാം. കൃത്യമായിട്ട് അവർ ഒരു ഷെല്ല് ഒരു എനർജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ n = 1 2 3 എന്ന് പറയാം. അതിനെ നമുക്ക് പേര് കൊടുത്ത് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ എന്ന യഥാക്രമം നമുക്ക് പറയാൻ പറ്റും. n = 1 എന്ന് പറഞ്ഞാൽ കെ ഷെല്ലാണ്, n = 2 എന്ന് പറഞ്ഞാൽ എൽ ഷെല്ലാണ്. ആ ഒരു രീതിയിൽ ലൈക്ക് ദാറ്റ്, ആ ഒരു രീതിയിൽ നമുക്ക് അത് പറഞ്ഞു പോകാൻ പറ്റും. ഇനി നമ്മൾ ഈ n എന്ന് പറഞ്ഞ നമ്പർ 1 2 3 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ മറ്റൊരു പേര് വിളിക്കാറുണ്ട് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. അപ്പൊ എന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം എന്താണ് ക്വാണ്ടം നമ്പർ എന്നുള്ളത്. ഇപ്പൊ തൽക്കാലത്തിന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു. എന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. അപ്പൊ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ 1 2 3 എന്നാണ് അതിന്റെ വാല്യൂ വന്നത്. അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് KLMN ഷെല്ലുകൾ അങ്ങനെയാണ്. ഇതാണ് ബോറിന്റെ ഹൈഡ്രജന്റെ മോഡലിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത് ബോർ മോഡലിലെ അല്ലെങ്കിൽ ബോർ ഹൈഡ്രജനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, ഈ ബോർ തിയറിയുടെ മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, യൂസിംഗ് ബോർ തിയറി വി ക്യാൻ കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് എനി ഓർബിറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഓർ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ്. ഒന്നുകിൽ നമുക്ക് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള സിസ്റ്റങ്ങൾ ഇവരുടെ ഏത് ഷെല്ലിന്റെയും ഏത് എനർജി ലെവൽസിന്റെയും എനർജിയുടെ വാല്യൂ ബോർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താം. അതിന് അദ്ദേഹം ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. എനർജിയെ നമുക്ക് ക്യാപിറ്റൽ E എന്നെടുക്കാം. ഇതാണ് ഊർജത്തിന്റെ റെപ്രസെന്റേഷൻ. നമ്മൾ ഇവിടെ ഒരു n കൊടുക്കുന്നു. ഏത് എനർജി ലെവൽ വേണമെങ്കിലും വരാം, n ഏത് വേണമെങ്കിലും വരാം. അപ്പൊ En എന്നെടുക്കുന്നു. En = -RH × Z² × 1/n² ജൂൾ പെർ ആറ്റം. ഇതാണ് ആ ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡ് ഔട്ട് the energy of any orbit in hydrogen atom or hydrogen like systems. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളുടെ ഏത് ഓർബിറ്റിന്റെയും ഏത് ഷെല്ലിന്റെയും അല്ലെങ്കിൽ ഏത് സ്റ്റേഷനറി സ്റ്റേറ്റിന്റെയും എനർജി കണ്ടെത്താൻ ബോർ തിയറി സഹായിക്കുന്നുണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടെത്താം. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. En = -RH × Z² × 1/n² ജൂൾ പെർ ആറ്റം. അവിടുത്തെ യൂണിറ്റ് ജൂൾ പെർ ആറ്റം എന്നാണ്. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 2 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാതെ Z² എന്ന് പറഞ്ഞാൽ Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. ആ എടുക്കുന്ന എലമെന്റ് ഏതാണോ, ഇപ്പം ഹൈഡ്രജൻ ആണെങ്കിൽ 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഏത് എലമെന്റ്, ഇപ്പൊ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് ആയിട്ട് ഇപ്പൊ ഹീലിയം പ്ലസ് നമുക്ക് അറിയാം. ഹീലിയം പ്ലസ് ഇതിന്റെ പ്രത്യേകത, ഹീലിയത്തിൽ 2 ഇലക്ട്രോണുകളാണ്. ഹീലിയം പ്ലസ് എന്ന് പറഞ്ഞാൽ ആ 2 ഇലക്ട്രോണിൽ ഒരെണ്ണം പോയി. അപ്പൊ ഹീലിയം പ്ലസിൽ 1 ഇലക്ട്രോണേ തൽഫലത്തിലുള്ളൂ. അപ്പൊ ഹീലിയം പ്ലസിനെ ഒരു ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം എന്ന് എടുക്കാം. ആ കേസിൽ നമുക്ക് അറ്റോമിക് നമ്പർ 2 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് മനസ്സിലാക്കാം Z 2 ആണ് ഹീലിയത്തിന്റെ കേസിൽ. ഹീലിയം പ്ലസിന്റെ കേസിൽ ഹീലിയം പ്ലസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ്. അപ്പം ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തോ ഹൈഡ്രജനെ പോലെ 1 ഇലക്ട്രോൺ ഉള്ള ആളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം. അപ്പൊ Z² നമ്മളിവിടെ പർപ്പസ്ഫുള്ളി കൊടുത്തിരിക്കുകയാണ് ഈ എക്സ്പ്രഷനിൽ. ഹൈഡ്രജന്റെ കാര്യത്തിൽ Z വാല്യൂ 1 ആണ്, അറ്റോമിക് നമ്പർ 1 ആണെന്ന് അറിയാം. പക്ഷെ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളുടെ കേസിൽ Z വാല്യൂവിന് മാറ്റം ഉണ്ടാവും. ലിഥിയം 2+ വരാറുണ്ട്, മറ്റൊരു ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റമാണ്. ആ കേസിൽ Z വാല്യൂ നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഹീലിയത്തിന്റെ കേസിൽ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഇതിന്റെ കണക്ക് പോകുന്നത്. അപ്പൊ എനിവേ നമുക്ക് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള സിസ്റ്റങ്ങളുടെ ഏത് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെയും എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് ഈ n = -RH × Z² 1/n² ജൂൾ പെർ ആറ്റം. ഇവിടുത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ജൂൾ പെർ ആറ്റത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ RH നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. RH-നെ നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ യൂണിറ്റ് ജൂൾ പെർ ആറ്റം ആയതുകൊണ്ട് RH-ന്റെ വാല്യൂവിൽ മാറ്റമുണ്ട്. RH-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.18 × 10⁻⁻18 ആണ് ഈ കേസിലെ വാല്യൂ. 2.18 × 10⁻⁻18 ആണ് ഈ കേസിലെ വാല്യൂ. കാരണം ഇവിടെ ജൂൾ പെർ ആറ്റം ആണ് യൂണിറ്റ് വന്നിരിക്കുന്നത്. അപ്പം ജൂൾ പെർ ആറ്റത്തിൽ നമ്മൾ RH-ന്റെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ ഇങ്ങനെ മനസ്സിലാക്കുക. 2.18 × 10⁻⁻18. ഇനി ഇതുപോലെ RH-ന് ഡിഫറെന്റ് വാല്യൂസ് പോസിബിൾ ആണ്.
നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം അതുപോലെ കിലോ ജൂൾ പെർ മോൾ ഇവിടുത്തെ യൂണിറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറാറുണ്ട്. നമുക്ക് NCERT ടെക്സ്റ്റിൽ ഈ ഒരു വാല്യൂ ആണ് പഠിക്കാനുള്ളത്. മനസ്സിലാക്കണം. RH = 2.18 × 10⁻⁻18 ആണ് ഇവിടുത്തെ RH വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാം Z is the atomic number of the എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ആണ് Z എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് Z² എഴുതേണ്ട ആവശ്യമില്ല, കാരണം 1 ആണ്, 1² എന്ന് അങ്ങായി പോകും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, ബോറിന്റെ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയി ഹൈഡ്രജൻ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളുടെ ഏത് ഷെല്ലിന്റെയും ഏത് സ്റ്റേഷനറി സ്റ്റേറ്റിന്റെയും എനർജി കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അവിടെ RH റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്, വാല്യൂ 2.18 × 10⁻⁻18 ആണ്. അപ്പൊ മനസ്സിലാക്കണം, നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് E1 എന്നെടുക്കാം. അതാണ് കെ ഷെല്ലിന്റെ എനർജി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർബിറ്റ് ഈക്വൽ ടു മൈനസ് RH പകരം നമുക്ക് 2.18 × 10⁻⁻18 എന്ന് പറയാം. ഹൈഡ്രജന്റെ Z എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ നമുക്ക് 1² എന്ന് എഴുതാം. ഇൻറ്റു ഫസ്റ്റ് ഷെൽ ആയതുകൊണ്ട്, ഫസ്റ്റ് എനർജി ലെവൽ ആയതുകൊണ്ട് എന്നിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. 1/1², അത്രയും ജൂൾ പെർ ആറ്റം. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഫൈനൽ ആൻസർ ഈസ് -2.18 × 10⁻⁻18 ജൂൾ പെർ ആറ്റം എന്ന് കിട്ടും. അപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ ആണ് ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളിൽ വരുമ്പോൾ നമ്മളിവിടെ ഇസഡിന് വേണ്ടി നമ്മൾ വാല്യൂ മാറ്റുമ്പോൾ ഇതനുസരിച്ച് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഹൈഡ്രജന് മാത്രം അവകാശപ്പെട്ടതാണ്. ഹൈഡ്രജന്റെ ഫസ്റ്റ് ഷെല്ലിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജിയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ആ എനർജി നമ്മൾ നെഗറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. തിയറി എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം എന്തുകൊണ്ട് ഈ ഇലക്ട്രോണിക് എനർജി നെഗറ്റീവ് വന്നു എന്നൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോണിക് എനർജി നമ്മൾ നെഗറ്റീവായിട്ടാണ്, ഇലക്ട്രോണിക് എനർജി നെഗറ്റീവായിട്ടാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പൊ മനസ്സിലാക്കണം എന്തുകൊണ്ട് നമ്മൾ അവിടെ നെഗറ്റീവ് ആക്കുന്നു എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ തിയറിക്ക് ശേഷം നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പം മനസ്സിലാക്കുക. സോ നമ്മൾ 2 പോയിന്റുകളാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ ബോർ മോഡൽ എന്ന് പറയുന്നത്. ബോർ മോഡൽ അനുസരിച്ച് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് ചില സർക്കുലർ ആയിട്ടുള്ള പാതകളിൽ അല്ലെങ്കിൽ ആ പാത്തുകളിലാണ്, അങ്ങനെയുള്ള വഴികളിലാണെന്നാണ് ഈ നീൽസ് ബോർ പറയുന്നത്. അപ്പൊ ആ പാതകളെ അല്ലെങ്കിൽ ആ പാത്തുകളെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ട് എനർജി ലെവൽസ് എന്ന് പറയാം. അവരുടെ എനർജിയിൽ വ്യത്യാസമില്ല. ഒരു പാത്തിനെ സംബന്ധിച്ച്, ഒരു ഷെല്ലിനെ സംബന്ധിച്ച് അതിന്റെ എനർജി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഓർബിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷെൽ എന്ന് പറയാം. ഇങ്ങനെയാണ് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പേര്. അതിനെ N എന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ പറയുന്നു. N = 1, 2, 3 എന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. കറസ്പോണ്ടിങ് ടു KLMN ഷെൽസ് എന്ന് വേണമെങ്കിലും പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നു, ബോറിന്റെ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളുടെ ഏത് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെയും എനർജി കണ്ടെത്താൻ ബോർ പ്രപ്പോസ് ചെയ്ത ഇക്വേഷൻ ആണ് En = -RH × Z² 1/n² ജൂൾ പെർ ആറ്റം. അവിടെ യൂണിറ്റ് ജൂൾ പെർ ആറ്റം ആയതിനാൽ RH അഥവാ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ 2.18 × 10⁻⁻18 എന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ യൂണിറ്റ് മാറുന്നതനുസരിച്ച് RH വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഞാൻ ഇനി പറഞ്ഞു വരുന്നത്. നമ്മളിവിടെ യൂണിറ്റ് ജൂൾ പെർ ആറ്റം ആണ്. ഇനി സപ്പോസ് ഞാൻ ഈ RH പോസിബിൾ ആയിട്ടുള്ള 1-2 വാല്യൂസും കൂടെ അഡീഷണൽ ആയിട്ട് പറയാൻ വരുവാണ്. NCERT ടെക്സ്റ്റിൽ ഈ ഒരു വാല്യൂ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻട്രൻസ് ഒക്കെ എഴുതാൻ നേരത്ത് നമുക്ക് മറ്റുള്ള വാല്യൂ കൂടെ ആവശ്യമാണ്. അപ്പൊ ഞാൻ മറ്റു 2 വാല്യൂ കൂടെ ഇവിടെ പറയുന്നു. RH = 13.6 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. ഇങ്ങനെ ഒരു വാല്യൂ RH പോസിബിൾ ആണ്. അപ്പൊ നമ്മളിവിടെ യൂണിറ്റ് മാറി, ജൂൾ പെർ ആറ്റം മാറിയിട്ട് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. നമുക്കറിയാം ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.602 × 10⁻⁻19 ജൂൾ ആണ്. ഈ കൺവേർഷൻ ഫാക്ടർ നമ്മൾ ഓർത്തിരിക്കുക. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും ജൂൾ എനർജിയാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. 1.602 × 10⁻⁻19 ജൂളിനെയാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പം 13.6 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റമാണ് RH മറ്റൊരു വാല്യൂ എന്ന് പറയുന്നത്. RH ഇനിയും നമുക്കൊരു വാല്യൂ പറയാൻ പറ്റും. RH മറ്റൊരു വാല്യൂ ആണ് RH = 1312 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ നമ്മൾ കിലോ ജൂൾ പെർ മോളിലാണ് RH വാല്യൂ പറയുന്നതെങ്കിൽ 1312 കിലോ ജൂൾ പെർ മോൾ എന്ന് പറയുന്നത്. RH വാല്യൂ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലാണ് പറയുന്നതെങ്കിൽ
13.6 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം എന്ന് പറയുന്നത് വരും. അതിൽ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഈസ് 1.60 × 10⁻⁻19 ജൂളിനെയാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ RH വാല്യൂ യൂണിറ്റ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. NCERT ടെക്സ്റ്റിലുള്ള വാല്യൂ ഇതാണ് 2.18 × 10⁻⁻18. ബാക്കിയുള്ള വാല്യൂസ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അത്യാവശ്യമായി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ജൂൾ പെർ ആറ്റത്തിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഷെല്ലിന്റെ എനർജി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. E1 = -2.18 × 10⁻⁻18 ജൂൾ പെർ ആറ്റം. അത് ഇലക്ട്രോൺ വോൾട്ടിലും കിലോ ജൂൾ പെർ മോളിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ വാല്യൂസ് RH പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് ആയിട്ടുള്ള, ഇപ്പൊ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹീലിയം പ്ലസ്, അതുപോലെ തന്നെ ലിഥിയം 2+, അതുപോലെ തന്നെ ബെർലിയം 3+. ഹീലിയം പ്ലസിലും ലിഥിയം 2+ലും ബെർലിയം 3+ലും ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു ഒരു ഇലക്ട്രോൺ വെച്ചേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോൺ ഉള്ള, അപ്പൊ അത് അയോൺ ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കേസിൽ ഇതെല്ലാം അയോൺസ് ആണ്. ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ്, ഹൈഡ്രജനെ പോലെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഹീലിയം പ്ലസിനും ലിഥിയം പ്ലസിനും ബെർലിയം 3+ ഒക്കെ വരുമ്പോൾ ഇവിടെ ഇസഡിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അറ്റോമിക് നമ്പറിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം ഹീലിയം ആണെങ്കിൽ 2 ആണ് ഇസഡ്, ലിഥിയം ആണെങ്കിൽ 3 ആണ്, ബെർലിയം ആണെങ്കിൽ 4 ആണ്. അതനുസരിച്ച് ഇക്വേഷനിൽ മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇസഡ് 1 ആയതുകൊണ്ട് 1² ആണ്, വലിയ എഫക്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. ബാക്കിയുള്ളവരുടെ ഇതുപോലെ കണ്ടെത്താൻ പറ്റും. നമുക്ക് അങ്ങനെ മനസ്സിലാക്കി എടുക്കാം. ഇതാണ് ഹൈഡ്രജനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളെ സംബന്ധിക്കുന്ന ബോറിന്റെ തിയറിയുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. ഹൈഡ്രജനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളെ സംബന്ധിക്കുന്ന ബോർ തിയറിയുടെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ്. ഈ എനർജി കണ്ടുപിടിച്ച കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രജന്റെ റേഡിയസ് അഥവാ ഹൈഡ്രജനകത്തിരിക്കുന്ന ഓർബിറ്റുകളുടെ ഷെല്ലുകളുടെ കൃത്യമായിട്ടുള്ള റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് ബോർ തിയറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റങ്ങളിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കണം, ബോർ തിയറി ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് എനി ഓർബിറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിലെ ഏത് ഓർബിറ്റിന്റെയും ന്യൂക്ലിയസിൽ നിന്നുള്ള അകലത്തെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഷെല്ലിന്റെ ആ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയയും കൂടെ നമ്മുടെ ഈ ബോർ തിയറിയിൽ കിട്ടുന്നുണ്ട്. അതിനും അദ്ദേഹം ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനായി ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്. Rn = 0.529 ആങ്സ്ട്രോം × n² ഡിവൈഡഡ് ബൈ Z. ഇതാണ് ബോർ തിയറിയുടെ മൂന്നാമത്തെ പോയിന്റ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് റേഡിയസ് കണ്ടുപിടിക്കുക. ന്യൂക്ലിയസിൽ നിന്ന് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിപ്പം ഒരു ന്യൂക്ലിയസ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്നിരിക്കട്ടെ. ഇത് ഫസ്റ്റ് ഷെല്ലാണ്, ഇത് സെക്കൻഡ് ഷെല്ലാണ്, ഇത് K ഷെൽ, ഇത് L ഷെൽ. അപ്പം ന്യൂക്ലിയസിന്റെ സെൻട്രൽ നിന്ന് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. സർക്കിളിന്റെ റേഡിയസ് പോലെ തന്നെ. അതുപോലെ തന്നെ എൽ ഷെല്ലിലോട്ടുള്ള ദൂരമാണ് അത്. അപ്പൊ അത് നമുക്ക് എൽ ഷെല്ലിന്റെ റേഡിയസ് എന്ന് പറയാം. ഏത് ഷെല്ലിന്റെ വേണമെങ്കിലും, ഹൈഡ്രജൻ ആണെങ്കിലും ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം ആണെങ്കിലും നമുക്ക് ഏത് ഷെല്ലിന്റെയും റേഡിയസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. 0.529 ആങ്സ്ട്രോം. ആങ്സ്ട്രത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇസഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അറ്റോമിക് നമ്പർ ആണ്. n² ഏത് ഷെല്ലാണ് ഉദ്ദേശിക്കുന്നത് അയാളുടെ സ്ക്വയർ. അപ്പൊ ഇതാണ്. നമുക്ക് ഈ വാല്യൂവിനെ പൈക്കോമീറ്ററിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഈ ഇക്വേഷൻ മറ്റൊരു രീതിയിലും പറയാം. ഇങ്ങനെ പറയുന്നു, Rn = 52.9 പൈക്കോമീറ്റർ × n² ഡിവൈഡഡ് ബൈ Z. ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ 0.529 ആങ്സ്ട്രത്തിനെ നമ്മൾ പൈക്കോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. അപ്പൊ 52.9 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജന്റെ K ഷെല്ലിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ n ന്റെ സ്ഥാനത്ത് 1 കൊടുക്കാം, കാരണം K ഷെല്ലിന്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പൊ n = 1 ആണെങ്കിൽ നമുക്ക് Rn എന്നുള്ളത് R1 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈഡ്രജന്റെ Z 1 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. ഫസ്റ്റ് ഷെല്ലിന്റെ റേഡിയസ് ആയതുകൊണ്ട് n ന്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. അപ്പൊ 1 ന്റെ സ്ക്വയർ വരും. അപ്പൊ നമ്മൾ ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് R1 = തൽഫലത്തിൽ 0.529 ആങ്സ്ട്രോം എന്ന് മാത്രം നമുക്ക് കിട്ടുന്നു. കാരണം ഇത് 1² അത് പോയി 1 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 1 ആ നമ്പർ തന്നെയാണ്. അപ്പൊ നമുക്ക് R1 = 0.529 ആങ്സ്ട്രോം എന്ന് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ് 0.529 ആങ്സ്ട്രോം എന്ന് പറയുന്നത്. അല്ലെ നമുക്ക് ഇതിനെ ഇപ്പൊ പൈക്കോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, 52.9 പൈക്കോമീറ്റർ. ഇങ്ങനെയും പറയാം നമ്മൾ പൈക്കോമീറ്ററിലാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, ഒന്നുകിൽ 0.529 ആങ്സ്ട്രോം അല്ലെങ്കിൽ 52.9 പൈക്കോമീറ്റർ. ഈ ഒരു വാല്യൂ, ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം.
ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബോർ റേഡിയസ്. അപ്പൊ നമ്മൾ ഈ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് 0.529 ആങ്സ്ട്രോം അല്ലെങ്കിൽ 52.9 പൈക്കോമീറ്റർ. ആ ഒരു വാല്യൂ ആണ് ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ അല്ലെ ഫസ്റ്റ് ഷെല്ലിന്റെ റേഡിയസ്. ആ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് ബോർ റേഡിയസ്. ബോർ റേഡിയസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റ് ആയിട്ടുള്ള കെ ഷെല്ല്, അതിനെ നമുക്ക് ബോർ ഓർബിറ്റ് എന്ന് വിളിക്കാം. ബോർ ഓർബിറ്റ്. അപ്പൊ കറക്റ്റ് പറഞ്ഞാൽ എന്താണ് ബോർ ഓർബിറ്റ്? ഹൈഡ്രജന്റെ ഫസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ ബോർ ഓർബിറ്റ് എന്ന് പറയുന്നത്. ആ ബോർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ബോർ റേഡിയസ്. അതെത്രയാണ്? 0.529 ആങ്സ്ട്രോം അല്ലെങ്കിൽ 52.9 പൈക്കോമീറ്റർ. ഇങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ബോർ റേഡിയസ് എന്ന് പറയുന്നത്. ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ബോർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. ബോർ ഓർബിറ്റ് ആണ്. ഫസ്റ്റ് ഓർബിറ്റിനെ നമ്മൾ ബോർ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ R1 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. സോ ദിസ് ഇക്വേഷൻ ഹെൽപ്പ് us to calculate the radius of any orbit in hydrogen atom or hydrogen-like systems. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ-like സിസ്റ്റങ്ങളുടെ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ഇതോടെ കഴിയും. അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ-like സിസ്റ്റങ്ങളിൽ ഇലക്ട്രോൺ കറങ്ങുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തുകളിലാണ് എന്നാണ് ബോർ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ബോർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിന്റെയും അല്ലെങ്കിൽ ആ ഇലക്ട്രോണിന്റെ എനർജി തന്നെയാണ് ഷെല്ലിന്റെ എനർജി ആയിട്ട് എടുക്കുന്നത്. ഏത് ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിന്റെയും അല്ലെങ്കിൽ ഏത് ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെയും എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഉണ്ട്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബോർ തിയറിയുടെ നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. ബോറിന്റെ തിയറിയിൽ നാലാമത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇലക്ട്രോണിന്റെ മൊമെന്റവുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം, ഫിസിക്സിൽ നമ്മൾ മൊമെന്റം പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ മാസിനെ അതിന്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മാസിന്റെ വെലോസിറ്റി, അതിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. മലയാളത്തിൽ ആക്കം എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റം P ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഒരു വസ്തുവിന്റെ പ്രവേഹം അല്ലെങ്കിൽ വെലോസിറ്റിയെ അതിന്റെ ഭാരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് മൊമെന്റം എന്ന് പറയുന്നത്. അതിൽ മൊമെന്റത്തിൽ നമ്മളിവിടെ ആംഗുലാർ മൊമെന്റം ആണ് പഠിക്കുന്നത്. ആംഗുലാർ മൊമെന്റം, അതായത് വൃത്തത്തിൽ കറങ്ങുന്ന അല്ലെങ്കിൽ സർക്കിളിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ മൊമെന്റത്തെ നമുക്ക് ആംഗുലാർ മൊമെന്റം എന്ന് പറയാം. അപ്പൊ ബോർ തിയറി അനുസരിച്ച് നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നത്, സപ്പോസ് ഇതാണ് ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് എന്നിരിക്കട്ടെ, ഇതാണ് ഫസ്റ്റ് ഷെൽ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ കെ ഷെല്ലിലാണ്. അപ്പൊ ഈ കെ ഷെല്ലിലേക്ക്, ന്യൂക്ലിയസിൽ നിന്ന് കെ ഷെല്ലിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് R എന്ന് എടുക്കാം. അപ്പൊ ഒരു സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെന്റത്തെയാണ് നമ്മൾ ആംഗുലാർ മൊമെന്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആംഗുലാർ മൊമെന്റം, അപ്പൊ നോർമലി നമുക്ക് മൊമെന്റത്തെ രണ്ടായിട്ട് തരംതിരിക്കാം, ലീനിയർ മൊമെന്റവും ആംഗുലാർ മൊമെന്റവും. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ നേർരേഖയിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയിൽ വരുന്നതാണ് ലീനിയർ മൊമെന്റം. ഇതിപ്പം ഒരു സർക്കുലർ പാത്ത് ആയതുകൊണ്ട് ഒരു സർക്കുലാർ പാത്തിൽ കറങ്ങുന്ന ബോഡിയുടെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇലക്ട്രോൺ ആണ്, അതിന്റെ മൊമെന്റത്തെ നമ്മൾ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നു. ഈ ആംഗുലാർ മൊമെന്റം നോർമലി ഉള്ള മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതിൽ ഈ ആംഗുലാർ മൊമെന്റം ആകുമ്പോൾ അവിടെ ഈ ഡിസ്റ്റൻസ് ഫാക്ടറും സെൻട്രൽ നിന്ന് ആ ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ഫാക്ടർ കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പം ബോർ തിയറിയുടെ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇങ്ങനെ പറയുന്നു, ദ ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ എന്തുണ്ട്? ഉറപ്പായിട്ട് ആംഗുലാർ മൊമെന്റം ഉണ്ട്. കാരണം അത് സർക്കുലാർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ആ കറങ്ങുന്ന ഇലക്ട്രോണിനുള്ള മൊമെന്റത്തെയാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കാം, ഈ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്, അതാണ് R എന്ന് പറയുന്നത്. MVR. ഇതിനെയാണ് ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെന്നറിയാം, 2π മറ്റൊരു കോൺസ്റ്റന്റ് ആണെന്നറിയാം. അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്, n വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേർ n ഈക്വൽ ടു 1, 2, 3 എന്ന് പറഞ്ഞു പോകും. നമ്മൾ ഇത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കാം, പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറിയിലും നമ്മൾ ഫോട്ടോൺസിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് h ന്റെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇൻ എ സിമിലർ ആർഗ്യുമെന്റ് വി ക്യാൻ സേ ദാറ്റ് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എനി ഓർബിറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. h/2π ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യ. കാരണം h ഒരു കോൺസ്റ്റന്റ്, 2π ഒരു കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റിനെ മറ്റൊരു കോൺസ്റ്റന്റിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ ആൻസർ. അപ്പൊ n ഇൻറ്റു h/2π. അപ്പൊ ഈ കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും പോകുന്നത്. h/2π അവിടെ തന്നെ നിൽക്കുന്നു.
അപ്പൊ ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 1h/2π, 2h/2π, 3h/2π, ആ ഒരു രീതിയിലാണ്, ആ ഒരു ക്രമത്തിലാണ് ആംഗുലാർ മൊമെന്റം പോകുന്നത്. അപ്പൊ നോക്കേ, ഒന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എത്ര? n സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ നമുക്ക് mvr = h/2π എന്ന് കിട്ടും. ഇനി അടുത്തത്, രണ്ടാമത്തെ ഷെല്ലിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നതെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ n സ്ഥാനത്ത് 2 കൊടുക്കുക. 2 × h/2π. അപ്പൊ 2 ക്യാൻസൽ ഒക്കെ ആയിപ്പോയി, h/π എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതൊക്കെ കാൽക്കുലേഷൻ പാർട്ടിൽ എൻട്രൻസിനോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ദിസ് ഈസ് ദ ഫോർത്ത് പോയിന്റ്. ദ ആംഗുലാർ മൊമെന്റം mvr ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഓർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. h/2πയുടെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് സിറ്റുവേഷൻ. ഇനി നമുക്ക് ബോറിന്റെ തിയറിയിലെ അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോകാം. ബോറിന്റെ തിയറിയിലെ അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരു ഷെല്ലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ, ഒരു ഷെല്ലിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ, നമ്മൾ ആ ഷെല്ലിനെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ് തൊട്ടുമുമ്പ് വിളിച്ചത്. അത് എനർജി, ആ ഇലക്ട്രോൺ എനർജിയെ ആഗിരണം ചെയ്യുന്നതുമില്ല, എനർജിയെ പുറത്തോട്ട് കളയുന്നുമില്ല എന്നിരിക്കട്ടെ. അപ്പൊ ഒരു ഷെല്ലിൽ, ഇപ്പൊ സപ്പോസ് കെ ഷെല്ലിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ, അയാൾ എനർജി അബ്സോർബ് ചെയ്യുന്നില്ല, എനർജിയെ പുറത്തോട്ട് കളയുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എവിടെയാണോ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ എൽ ഷെല്ലിലാണെങ്കിൽ അല്ലെങ്കിൽ കെ ഷെല്ലിലാണെങ്കിൽ ആ ഷെല്ലിൽ തന്നെ അത് കിടന്ന് കറങ്ങും. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എനർജി അബ്സോർബ് ചെയ്യുന്നില്ല, എനർജിയെ പുറത്തോട്ട് കളയുന്നില്ല. ഇനി എനർജി അബ്സോർബ് ചെയ്താലും എനർജിയെ പുറത്തോട്ട് കളഞ്ഞാലും ഈ ഇലക്ട്രോണിന്റെ പ്രൊമോഷൻ ഉണ്ടാവും. ഒരു ഷെല്ലിൽ നിന്ന് മറ്റൊരു ഷെല്ലിലേക്ക് അതിന് ജമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. അപ്പൊ ഞാൻ കെ ഷെല്ലെന്നോ എൽ ഷെല്ലെന്നോ ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഒരു എനർജി ലെവൽ അങ്ങ് കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ n = 1 എന്ന് പറഞ്ഞൊരു എനർജി ലെവല്, അതുപോലെ തന്നെ n = 2 എന്ന് പറഞ്ഞ മറ്റൊരു എനർജി ലെവൽ. ഇലക്ട്രോണിന്റെ കാര്യമാണ് ഇനി സംസാരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി E1 എന്ന് എടുക്കുന്നു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി E2 എന്ന് എടുക്കുന്നു. രണ്ട് ഊർജ്ജ നിലകളാണ് ഈ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്കിപ്പോ ഇഷ്ടമാണെങ്കിൽ ഇതിനെ കെ ഷെല്ലെന്നോ എൽ ഷെല്ലെന്നോ എടുത്തോളൂ. ഞാനിപ്പോ ഇലക്ട്രോണിന്റെ കാര്യമാണ് കാണിക്കുന്നത്. അപ്പൊ ഈ കെ ഷെല്ലിന്റെ എനർജി ഞാൻ E1 എന്ന് എടുക്കുന്നു, എൽ ഷെല്ലിന്റെ എനർജി ഞാൻ E2 എന്ന് എടുക്കുന്നു. ഒരു ഇലക്ട്രോൺ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, n = 1 എന്ന് പറഞ്ഞ ഊർജ്ജ നിലയിൽ അല്ലെങ്കിൽ എനർജി ലെവലിൽ ആ ഇലക്ട്രോൺ ഇരിക്കുന്നു. ഈ ഇലക്ട്രോൺ കുറച്ച് എനർജി ആഗിരണം ചെയ്തെന്നിരിക്കട്ടെ, അബ്സോർബ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ ഈ ഇലക്ട്രോൺ നേരെ അതൊരു ഹയർ സ്റ്റേറ്റിലേക്ക്, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക്, E2 എന്ന് പറഞ്ഞ മറ്റൊരു എനർജി സ്റ്റേറ്റിലേക്ക് അത് മാറുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺ തിരിച്ച് E1ലേക്ക് വരണമെങ്കിൽ അയാൾ എനർജിയെ കളയുകയും വേണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ, നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, E1ൽ നിന്ന് E2ലേക്ക് ഇലക്ട്രോണിന് ചാടണമെങ്കിൽ ഈ രണ്ട് ഊർജ്ജ നിലകളുടെ വ്യത്യാസം എടുക്കുക. അതാ ഇങ്ങനെയാണ് നമ്മളത് എടുക്കുന്നത്. E2 എന്ന് പറഞ്ഞ ഹയർ എനർജിയിൽ നിന്ന് E1 എന്ന് പറഞ്ഞ ചെറിയ എനർജി, കുറച്ച് ഊർജ്ജം നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ ഒരു എനർജിയിൽ നിന്ന് മറ്റൊരു എനർജി കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു എനർജി ആയിരിക്കും. അതിനെ നമ്മൾ ഡെൽറ്റ ഇ എന്ന് എഴുതുന്നു. ഈ ഡെൽറ്റ, ഈ ട്രയാങ്കിൾ പോലെ കാണിച്ചിരിക്കുന്ന ഡെൽറ്റ എന്നാണ് ഈ എനർജിയാണ്. ഡെൽറ്റ ഇ കാണിക്കുന്ന വ്യത്യാസങ്ങളെ, ഡിഫറൻസുകളെയാണ് നമ്മൾ ഡെൽറ്റ കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എനർജിയുടെ വ്യത്യാസത്തെയാണ് നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. E2 - E1 രണ്ട് എനർജി ലെവലുകളെ കുറയ്ക്കുന്നു. ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജി കുറയ്ക്കുന്നു. E2 - E1 അതാണ് ഡെൽറ്റ ഇ. ഇതാണ് എനർജിയുടെ വ്യത്യാസം. നമുക്കറിയാം E = h-നുമാണ്. E = h-നുമാണ്. നമ്മൾ പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എനർജിയാണ്. അപ്പൊ ഡെൽറ്റ ഇ ഒരു എനർജിയാണ്. ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഇതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ ഡെൽറ്റ ഇ ഒരു എനർജി ആയതുകൊണ്ട് അത് h-ന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ എഴുതാം. ഫ്രീക്വൻസി = ഡെൽറ്റ ഇ / h. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് അവസാനം എത്തിച്ചേരാൻ പറ്റും. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താ? E2 - E1. അതായത് ഇതിന്റെ അർത്ഥം ഏതാണ്? ഈ താഴെ E1ൽ ഇരിക്കുന്ന എനർജി n = 1 എന്ന് പറഞ്ഞ എനർജി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് n = 2 ജമ്പ് ചെയ്ത് മേളിലോട്ട് പോകണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ഈ ഡെൽറ്റ ഇക്ക് അത്രയും ഈക്വൽ ആയിട്ടുള്ള എനർജിയെ ആ ഇലക്ട്രോൺ ആഗിരണം ചെയ്യണം, അബ്സോർബ് ചെയ്യണം. കാരണം ഈ എനർജി ഡിഫറൻസിന് തുല്യമായിട്ടുള്ള എനർജിയെ അത് അബ്സോർബ് ചെയ്തെടുത്തെങ്കിൽ ഈ ഇലക്ട്രോൺ E1ൽ നിന്ന് E2ലേക്ക് പോകും. അതാണ് കണക്ക്. അതിൽ എനർജിയെ കളഞ്ഞെങ്കിൽ അയാൾക്ക് താഴെ തിരിച്ചു വരാനും പറ്റും. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെക്ട്രത്തിനകത്ത്. അത് ഒന്നുകൂടെ കണ്ടു മനസ്സിലാക്കുക. ഇവിടെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്കറിയാം പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി അനുസരിച്ച് E = h-നുമാണ്. ഇവിടെ കിട്ടിയ ഡിഫറൻസിന്റെ എനർജിയിലെ വ്യത്യാസം E2 - E1 ആണ് ഡെൽറ്റ ഇ.
അത് ഒരു എനർജിയാണ്. അപ്പൊ എനർജി ഈക്വൽ ടു എച്ച് എന്ന് എഴുതാം. അവിടുന്ന് ഫ്രീക്വൻസിക്ക് ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് എന്ന് എഴുതാം. അതിന് ഫ്രീക്വൻസി ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് എഴുതാം. ഈ എക്സ്പ്രഷൻ ഇത് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ അറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഡെൽറ്റ ഇ ഡിഫറൻസ് ഇൻ എനർജി, E2 minus E1. This expression, it is very very important, and nu equal to delta E by H, and it is called Bohr's frequency rule. അപ്പോൾ ഈ റൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർസ് ഫ്രീക്വൻസി റൂൾ. ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ സംസാരിച്ചത് ബോറിന്റെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ആശയങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ കറങ്ങുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തുകളിലാണ്. അവരെ നമുക്ക് കെ എലമെന്റ് ഷെല്ലുകൾ എന്ന് പറയാം. n ഈക്വൽ ടു 1 2 3 എന്നവരെ റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു പോയിന്റ് ആണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ബോർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഷെല്ലിലെയും ഇലക്ട്രോണിന്റെ എനർജിയെ കണ്ടുപിടിക്കാൻ പറ്റും. En ഈക്വൽ ടു -RH ഇൻറ്റു Z സ്ക്വയർ 1/n² ജൂൾ പെർ ആറ്റം എന്ന് പറയാം. അതുപോലെ റേഡിയസിനെ കണ്ടെത്താം. റേഡിയസ് Rn ഈക്വൽ ടു 0.529 ആങ്സ്ട്രോം ഇൻറ്റു n²/z എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ റേഡിയസിനെ കണ്ടെത്താൻ പറ്റും ഏത് ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെയും. അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റത്തിന് ഒരു എക്സ്പ്രഷൻ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. MVR, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്, ഈക്വൽ ടു n ഇൻറ്റു h/2π. n എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ആയിട്ടാണ് പോകുന്നത്, 1 2 3 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബോർ ഫ്രീക്വൻസി റൂൾ എന്ന് പറയുന്നു. ബോർ ഫ്രീക്വൻസി റൂൾ എന്ന് പറഞ്ഞാൽ ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. അപ്പൊ കാര്യങ്ങളെ വീണ്ടും മനസ്സിലാക്കുക. ഇനി നമ്മൾക്കിവിടെ ബാക്കിയുള്ളത് ബോറിന്റെ തിയറിയിൽ എനർജിയുടെ വാല്യൂ എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു, വൈ ഇലക്ട്രോണിക് എനർജി ഈസ് നെഗറ്റീവ്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുശേഷം ബോറിന്റെ തിയറിയുടെ ഡീമെറിറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. എന്തൊക്കെയാണ് ബോറിന്റെ തിയറിയുടെ പോരായ്മകൾ. അപ്പൊ ഇത്രയും സെക്ഷനാണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഡിസ്കഷൻ എന്ന് പറയുന്നത് ബോറിന്റെ തിയറിയിൽ നമ്മൾ എനർജി, ഇലക്ട്രോണിന്റെ എനർജി എക്സ്പ്രഷൻ എഴുതിയപ്പോൾ നമ്മൾ -RH ഇൻറ്റു Z² 1/n² ജൂൾ പെർ ആറ്റം എന്നാണ് പറഞ്ഞത്. അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ മൈനസ് കൊടുക്കുന്നത്, നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്കിവിടെ എനർജിയുടെ വാല്യൂ, അതായത് ഇലക്ട്രോണിക് എനർജിയുടെ വാല്യൂ എന്തുകൊണ്ട് നെഗറ്റീവായി എന്നാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബോർ തിയറിയുടെ എക്സ്പ്രഷനിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നു. En ഈക്വൽ ടു -RH ഇൻറ്റു Z² 1/n² ജൂൾ പെർ ആറ്റം. അപ്പൊ അത് നമ്മളൊരു മൈനസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇലക്ട്രോണിക് എനർജി നെഗറ്റീവായി, അതിന് എക്സ്പ്ലനേഷൻ NCERT ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണിത്, അതിൽ ഷെല്ലുകളുണ്ട്. ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ സങ്കല്പിക്കുന്നു. When the electron is far away from the nucleus, at that time the energy of the electron is taken as 0. അതായത് ഇലക്ട്രോൺ ആറ്റത്തിന് വെളിയിലാണ്, ദൂരെ നിൽക്കുന്നു, ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെ. നമുക്ക് എന്താണ് n ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫിനിറ്റി ഷെല്ലിൽ ഏറ്റവും ഇൻഫിനിറ്റി ഒരു സാങ്കല്പികമായ കാര്യമാണ്. അപ്പൊ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലത്തിൽ നിൽക്കുന്നു, n ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ആ സമയത്ത് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. ആ സമയത്ത് നമുക്ക് ഇലക്ട്രോണിന്റെ എനർജിയെ 0 എന്ന് എടുക്കാം. മെല്ലെ മെല്ലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നു. When the electron move towards the nucleus under its attractive force, the energy of the electron decreases from 0. അതായത് ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അട്രാക്ഷന്റെ ഭാഗമായിട്ട് പതിയെ പതിയെ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോണിന്റെ എനർജി ആദ്യം 0 ആയിരുന്നു. ഇലക്ട്രോണിനെ അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ എനർജി 0-ൽ നിന്നും കുറയുന്നു. 0-ൽ നിന്നും താഴേക്ക് കുറഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ്, ആ ഒരു അർത്ഥത്തിലാണ് ഇലക്ട്രോണിക് എനർജി ഇവിടെ നെഗറ്റീവായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. When the electron is far away from the nucleus, the energy of the electron is taken as 0. When the electron moves towards the nucleus under its attractive force, its energy decreases from 0. 0-ൽ നിന്ന് കുറയുന്നു. എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ എനർജി 0-ൽ നിന്ന് കുറഞ്ഞു പോകുന്നു. 0-ൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ വി ആർ പുട്ടിങ് എ മൈനസ് സൈൻ ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് എനർജി വാല്യൂ. എനർജി വാല്യൂ നമ്മൾ അതുകൊണ്ടാണ് ഒരു മൈനസ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ എക്സാമിനേഷന് നമുക്ക് തീർച്ചയായും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ.
ഹൈഡ്രജൻ ആറ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബോർ തിയറിയുടെ പോരായ്മകൾ എന്തൊക്കെയാണ് ഡ്രോബാക്സ്, പോരായ്മകൾ എന്തൊക്കെയാണ്? ഇത് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിന് +1 നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പം ഈ ബോർ തിയറിയുടെ ലിമിറ്റേഷൻസ് നമ്മൾ നോക്കുമ്പോൾ, ബോർ തിയറിയിൽ കുറേ കാര്യങ്ങൾ പറയാൻ ബോറിന് സാധിച്ചില്ല. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ വരിക ഒരു സിസ്റ്റത്തിൽ. ഇപ്പം നമുക്ക് ചുമ്മാ ഹീലിയം തന്നെ ഒന്ന് എടുക്കാം. ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഹീലിയം പ്ലസിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഹൈഡ്രജനെ പോലെ 1 ഇലക്ട്രോൺ ഉള്ള ആൾക്കാരുടെയും കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ തിയറിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആറ്റങ്ങളുടെ കേസ് ഒന്നും ബോർ തിയറിയിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബോർ തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് വലിയൊരു പോരായ്മയായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ബോർ തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. മൾട്ടി ഇലക്ട്രോൺ ആറ്റങ്ങളുടെ സ്പെക്ട്രം ഒന്നും ബോർ തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള 1 ഇലക്ട്രോൺ ഉള്ള ആൾക്കാരുടെ സ്പെക്ട്രം ഒക്കെ മാത്രമേ ബോർ തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബോർ തിയറി വെച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ മൾട്ടി ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളുടെ കാര്യമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വലിയ പോരായ്മയായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് രണ്ടാമത് മറ്റൊരു കാര്യം പറയാം ബോർ തിയറിയിൽ. അതായത് ബോർ തിയറിയിൽ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം, ഹൈഡ്രജനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുൾ ആയിട്ട് ബോർ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഹൈഡ്രജന്റെ സ്പെക്ട്രം നമ്മൾ നോക്കുമ്പോൾ ഈ ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ ചില സ്പ്ലിറ്റിംഗ് ഒക്കെ സംഭവിക്കും. അതായത് ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈൻസിൽ ഫൈൻ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് അതിനെ നിരീക്ഷിച്ച് കുറച്ചുകൂടെ റെസൊല്യൂഷൻ പവർ ഉള്ള സ്പെക്ട്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രജന്റെ സ്പെക്ട്രം നോക്കുമ്പോൾ ആ ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈനിൽ സ്പ്ലിറ്റിംഗ് സംഭവിക്കാറുണ്ട്. അപ്പം ആ സ്പ്ലിറ്റിംഗ് 2 വിധത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്പ്ലിറ്റിംഗ് ഹാപ്പൻസ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇൻ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, അതിനെയാണ് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഒരു വര പല വരകളായിട്ട് മാറുന്നു, അതാ ഉദ്ദേശിക്കുന്നത്. അതിനെ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നു. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴും ഈ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതിനെ സീമൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സ്റ്റാർക്ക് എഫക്റ്റ്. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സീമൻ എഫക്റ്റ്. ഈ 2 എഫക്റ്റുകളും, സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്റ്റും, വ്യക്തമായിട്ട് വിശദീകരിക്കാൻ ബോറിന്റെ തിയറിക്ക് സാധിച്ചില്ല. അത് ബോറിന്റെ തിയറിയുടെ മറ്റൊരു പോരായ്മയാണ്. അപ്പൊ നമ്മളിവിടെ 2 പറഞ്ഞു. ഈ മൾട്ടി ഇലക്ട്രോൺ ആറ്റങ്ങളുടെ കേസിലെ സ്പെക്ട്രം ഒന്നും ബോർ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ്. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സ്റ്റാർക്ക് എഫക്റ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സീമൻ എഫക്റ്റ്. ഈ 2 കാര്യങ്ങളും ബോർ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബോർ തിയറിയിൽ വരുന്നിട്ടുള്ള മറ്റൊരു പോരായ്മയാണ് ഹൗ ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. എങ്ങനെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂളുകളാകും, ഇതിന്റെ കാര്യമൊന്നും ബോർ തിയറിയിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ബോർ തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സും കൂടെ ബോർ തിയറിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ബോർ തിയറി ആകെ സക്സസ്ഫുൾ ആവുന്നത്, ബോർ തിയറി മുഴുവൻ തെറ്റെന്നല്ല പറഞ്ഞു വരുന്നത്, ബോർ തിയറി ആകെ കറക്റ്റ് ആയിട്ട് പോകുന്നത് ഹൈഡ്രജനും ഹൈഡ്രജനെ പോലെയുള്ള ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ്, 1 ഇലക്ട്രോൺ ഉള്ള ഹീലിയം പ്ലസ്, ലിഥിയം 2+, ബെർലിയം 3+, ഇവരുടെയൊക്കെ കേസിൽ മാത്രമേ ഈ ബോർ തിയറി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേസമയം മൾട്ടി ഇലക്ട്രോൺ ആറ്റം, സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ്, ആറ്റങ്ങൾ കൂടി ചേർന്ന് മോളിക്യൂൾ ആവുന്ന കാര്യം, ഇതൊക്കെ കൃത്യമായിട്ട് പറയാനായിട്ട് നമ്മുടെ ബോറിന്റെ തിയറിക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ അവസാനം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ് ബോർ തിയറിയുടെ പ്രധാനപ്പെട്ട പോരായ്മകളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ.